ദിലീപ് എവിടെയും പോയിട്ടില്ലല്ലോ, അവിടെ തന്നെ ഉണ്ട്. ദിലീപേട്ടനെ കുറേ നാൾ മിസ് ചെയ്തൊരു കാര്യമുണ്ട്. ആ എലമെന്റ്സ് ഒക്കെ ഇതിലുണ്ട്. നമ്മൾ പേഴ്സണലി ഹാപ്പിയാണ്. ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാം, ചിരിച്ച് തുടക്കം മുതൽ അവസാനം വരെയും ചിരിക്കാം. ബാന്ദ്രയൊന്നും ഒന്നുമല്ല, ഈ സിനിമയാണ് കിടിലം. പടം നല്ല സെറ്റ് പടമാണ്, നല്ല കോമഡി എൻ്റർടൈൻ പടമാണ്. ദിലീപേട്ടൻ്റെ ഈ പടമാണ് നമുക്ക് വേണ്ടത്. അത് സെറ്റ് പടമായിട്ട് പടം പൊളിച്ചിട്ടുണ്ട്. പഴയ ദിലീപേട്ടനെ നമുക്ക് തിരിച്ച് കിട്ടിയെന്ന് പറയാം. പഴയ ദിലീപേട്ടനെ ഈ പടത്തിലൂടെ നമുക്ക് തിരിച്ച് കിട്ടി. അടിപൊളി പടം, ഫുൾ കോമഡി എൻ്റർടൈൻമെൻറ്റ് ഫാമിലി പടമാണ്. നല്ല പടമാണ്, നിങ്ങൾ പോയി കാണണം. നമ്മൾ പ്രതീക്ഷിച്ച് വന്നൊരു കാര്യം അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പോയി കാണണം. നമ്മൾ ദിലീപേട്ടനെ കുറേ നാൾ മിസ് ചെയ്തൊരു കാര്യമുണ്ട്. ആ എലമെന്റ്സ് ഒക്കെ ഇതിലുണ്ട്. നമ്മൾ പേഴ്സണലി ഹാപ്പിയാണ്, സന്തോഷമാണ് നിൽക്കുന്നത്. ഒരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് കോമഡി എൻ്റർടൈനറാണ്. ഇപ്പോൾ കുറേ നാളിന് ശേഷം ദിലീപിൻ്റെ ഒരു നല്ലൊരു എൻ്റർടൈനർ കാണാൻ പറ്റി. ഇപ്പോൾ കൊള്ളാം, തിയേറ്ററിൽ പോയി തന്നെ എല്ലാവരും കാണാനുള്ളൊരു ഇതുണ്ട്. പഴയ ദിലീപിൻ്റെ പടത്തിനുള്ള ഒരു വൈബ് ഫീൽ ചെയ്യണമുണ്ട്. നല്ല പടമായിരുന്നു, നല്ല ഫിലിമായിരുന്നു, ഇഷ്ടപ്പെട്ടു. കുറേ നാളുകൾക്ക് ശേഷം ദിലീപേട്ടൻ്റെ നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ഫിലിം. അതിനുശേഷം ഇപ്പം ഏറ്റവും നല്ല പടം തന്നെ ഇപ്പോൾ ഇറങ്ങി, നമുക്ക് ഇഷ്ടപ്പെട്ടു. കുടുംബ പ്രേക്ഷകർ ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാം, ചിരിച്ച് തുടക്കം മുതൽ അവസാനം വരെയും ചിരിക്കാം. ഇഷ്ടപ്പെട്ടായിരുന്നു, നല്ല പടം. കോമഡിയുണ്ട്, ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന പടമാണ്. ഇഷ്ടപ്പെട്ടായിരുന്നു. കൂടുതൽ പറഞ്ഞു കോമഡിയുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. ദിലീപേട്ടൻ ഒരു കംബാക്ക് അങ്ങനെയല്ല, ദിലീപേട്ടൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. നല്ല സിനിമ, എല്ലാവർക്കും ഫാമിലി ആയിട്ട് എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയ നല്ല സിനിമ. 2 കൺട്രീസ് അങ്ങനെ ഇതെല്ലാം അതുപോലെ നല്ലൊരു കോമഡി, ഒരു റൊമാൻറ്റിക് കോമഡി, അങ്ങനെ നല്ല സിനിമയാണ്. എല്ലാവർക്കും ഫാമിലി എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയ അടിപൊളി സിനിമ. ദിലീപേട്ടൻ്റെ ഒരു സിനിമ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ്. പടം നല്ല റിവ്യൂ ആണ്. നിങ്ങളത് കാണണം, ടിക്കറ്റ് എടുത്ത് തന്നെ കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫാമിലി ഈ സിനിമ മെയിൻ കാണിക്കുന്ന ഫാമിലി മെമ്പേഴ്സിനുള്ളതാണ്. ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇഷ്ടംപോലെ കോമഡികളുണ്ട്, ഇഷ്ടംപോലെ എല്ലാം ഉണ്ട്. ഒരു പഴയ ദിലീപേട്ടൻ്റെ പോലൊരു സിനിമ, ഒരു ഗംഭീര പടം. ഫീൽ ഗുഡ് മൂവിയാണ്. ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവാണ്. നല്ല പടം, നല്ല കാണാനായിട്ട് ഫാമിലിയായിട്ട് വന്നിരുന്ന് കാണാൻ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ് വന്നിട്ട്. നല്ല പടം. ഒരു പഴയ ദിലീപ് തിരിച്ചു വന്നായിട്ടൊരു ഉണ്ട്, വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് വന്നിട്ട്. ഓക്കെ, നല്ല പടം. നല്ല എടുത്തു പറഞ്ഞൊന്നുമില്ല, നല്ല കോമഡി, ക്ലൈമാക്സ് ഒക്കെ സൂപ്പർ. ദിലീപേട്ടൻ സൂപ്പർ. ഫസ്റ്റ് ഹാഫ് ആവറേജ് ആണ്, സെക്കൻഡ് ഹാഫ് എബോ ആവറേജ് ആണ്. പക്ഷേ ക്ലൈമാക്സ് ഒരു രക്ഷയില്ല, സൂപ്പർ, വേറെ ലെവൽ. ഇതിനൊന്നും വലിച്ചേറാൻ വരില്ല. ജനപ്രിയ നായൻ്റെ വമ്പൻ തിരിച്ചുവരവ്. ബാന്ദ്രയൊന്നും ഒന്നുമല്ല, ഈ സിനിമയാണ് കിടിലം. സൂപ്പർ മൂവിയാണ്. എല്ലാ രീതിയിലും, ഇമോഷണലി ആണെങ്കിലും അഭിനയത്തിൻ്റെ കാര്യത്തിലായാലും ദിലീപ് എന്ന് പറഞ്ഞ ഒരു നല്ലൊരു ആക്ടറാണ്. ആ ആക്ടറിൻ്റെ എല്ലാ രീതിയിലും യൂസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. അതായത് എല്ലാ ഇമോഷൻസും അതുപോലെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കോമഡി ഉണ്ടോയെന്ന് വെച്ചാൽ കോമഡി ഉണ്ട്, ജീവിത സാഹചര്യങ്ങളുണ്ടോയെന്ന് വെച്ചാൽ അതുണ്ട്. എല്ലാ രീതിയിലും ഒരു മെസ്സേജ് പോലെ കൂടെ തോന്നി. പിന്നെ ആനിമൽസിൻ്റെ അടുത്തുള്ള ആ ഒരു ഫീലിങ്സ് ഒക്കെ അതിൽ നന്നായിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ദിലീപ് എവിടെയും പോയിട്ടില്ലല്ലോ, അവിടെ തന്നെ ഉണ്ട്. CID മ്യൂസിക്കായിട്ടല്ല കമ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ഇറങ്ങിയ മൂവീസിനെയൊക്കെ വെച്ച് നോക്കുമ്പം ഇപ്പോൾ ഇറങ്ങിയ കുറേ മൂവീസ് ഉണ്ടല്ലോ, അതിൽ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഗ്രേറ്റ് മെസ്സേജാണ്. കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ ഇത്രയും സിനിമ വന്നതിൻ്റെ ഇത് കുറച്ച് മെച്ചപ്പെട്ട സിനിമയായിരുന്നു. പിന്നെ കോമഡിയൊക്കെ ഒരു ആവറേജ് ആയിരുന്നു, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ചില സ്ഥലത്തൊക്കെ ബോറായിട്ട് തോന്നും. പിന്നെ ഒരു പ്രാവശ്യം കാണാവുന്ന സിനിമയുള്ളൂ, വേറെ ഒന്നും എടുത്തു പറയാൻ അങ്ങനെയായിട്ടൊന്നുമില്ല. ഒരു ആവറേജ് മൂവി. കൊള്ളായിരുന്നു. പടം കിടലം പടമായിരുന്നു. അങ്ങനെ പണ്ട് നമ്മൾ ദിലീപേട്ടൻ എങ്ങനെയാണ് കണ്ടിട്ടുണ്ട്, ആ ഒരു ദിലീപേട്ടൻ തിരിച്ചു വന്ന ഒരു ഇതാണ്. കാരണം കുടുംബക്കാർക്കായിരുന്നാലും കുട്ടികൾക്കായിരുന്നാലും എല്ലാ പ്രേക്ഷകർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു പടം. ഡയറക്ഷൻ ആയിരുന്നാലും എല്ലാവർക്കും സൂപ്പറായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. കുട്ടികൾക്കും കുടുംബ പ്രേക്ഷകർക്ക് എങ്ങനെ ഒരു ദിലീപേട്ടനെ പണ്ട് ഇത്ര നാൾ നമ്മൾ എങ്ങനെ ആഗ്രഹിച്ചിരുന്നു, ആ ഒരു രീതിയിലുള്ള ദിലീപേട്ടൻ തിരിച്ചു വന്ന ആ ഒരു ഇതായിരുന്നു ഇപ്പോൾ കണ്ടത്. അത് പിന്നെ എപ്പോഴും എല്ലാത്തിനും ഉണ്ടല്ലോ. ഏത് പടത്തിനാണ് ദിലീപേട്ടൻ, ഏത് പടത്തിനാണ് നെഗറ്റീവ് പറയുന്നത്, നല്ല പടത്തിനും നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്, മോശമായിട്ടുള്ള പടത്തിനും നെഗറ്റീവ് അല്ലേ. എല്ലാ പടത്തിലും ദിലീപേട്ടൻ്റെ പ്രത്യേകിച്ച് ഒരു പടത്തിന് എപ്പോഴും നെഗറ്റീവ് കമൻറ്റ്സ് അത് ഉള്ളതാണ്. അത് ജനങ്ങൾ മാത്രമാണ്, കുടുംബ പ്രേക്ഷകർ മാത്രമാണ് അത് എന്നും വിലയിരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ് നെഗറ്റീവ് പറഞ്ഞ പടങ്ങളും നല്ലപോലെ നമ്മുടെ ഇവിടെ കേരളത്തിൽ ഓടിയിട്ടുള്ളത്.